പകുതി വില തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് ബിജെപിയുടെ മാർച്ച്. തട്ടിപ്പിൽ മന്ത്രിയുടെ ഓഫീസിനും പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. മന്ത്രിയുടെ ഓഫീസിനെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, മാർച്ച് ഇപ്പോൾ എവിടെയെത്തി? പോലീസ് സന്നാഹമുണ്ടോ മാർച്ച് തടയാൻ? സുജയ, അതായത് ഈ പകുതി വില തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂർ ഓഫീസ് കേന്ദ്രീകരിച്ച് തട്ടിപ്പിന്റെ കോർഡിനേറ്റർമാർ പണപ്പിരിവ് നടത്തിയെന്ന തട്ടിപ്പിന് ഇരയായിട്ടുള്ള വീട്ടമ്മമാർ റിപ്പോർട്ടർ ടിവിയിലൂടെയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പറും സീഡ് സൊസൈറ്റിയുടെ ചിറ്റൂർ കോർഡിനേറ്ററുമായ പ്രീതി രാജന്റെ നേതൃത്വത്തിലായിരുന്നു ചിറ്റൂരിൽ 350-ലധികം വനിതകളെ ഈ സീഡ് സൊസൈറ്റിയുടെ ഭാഗമാക്കിക്കൊണ്ട് ഈ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുള്ളത്. ഇവരാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയിലൂടെ വെളിപ്പെടുത്തിയത്. അതായത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ ഓഫീസിൽ വെച്ചാണ് പ്രീതി രാജൻ തങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയത്. ഏതായാലും ആ ആരോപണങ്ങൾ വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. കാരണം മന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ ആരോപണം അന്വേഷിക്കണമെന്നായിരുന്നു ബിജെപിയുടെ ആവശ്യം. ഇന്നലെ തന്നെ ബിജെപി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചതുമാണ്. കാരണം കേരള പോലീസിൽ തങ്ങൾക്ക് വിശ്വാസമില്ല. പ്രീതി രാജനെതിരെ നിരവധി പരാതികൾ പോലീസിൽ ലഭിച്ചിട്ടും 5 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടും ഒരു നടപടിയും പ്രീതി രാജനെതിരെ പോലീസ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കേരള പോലീസിൽ വിശ്വാസമില്ല എന്നും മന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്നായിരുന്നു ബിജെപിയുടെ ആവശ്യം. ഏതായാലും ആ ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ബിജെപി ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത്. ബിജെപിയുടെ 100 കണക്കിന് പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ, കാരണം സംസ്ഥാന മന്ത്രി നേരിട്ട് പങ്കെടുത്ത് നടത്തിയ ഒരു അഴിമതിയാണ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് തന്നെയാണ് ബിജെപിയുടെ ആവശ്യം.